ഹലോ ഗൈസ്, അങ്ങനെ സുഗമോ ദേവിയിൽ ആ ഒരു അപ്രതീക്ഷിത ഘട്ടം. അതേ കൂട്ടുകാരെ, നമ്മുടെ ഇസബല്ലയും കെവിനും ഇപ്പോൾ എന്ത് ചെയ്യണം? മെയിനായിട്ട് നമ്മുടെ ഇസബല്ല തന്റെ കാര്യം ഇനി മുന്നോട്ട് എങ്ങനെയാകും? നമ്മുടെ ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം പുറത്തു വരുമ്പോൾ താനായിരിക്കുമല്ലോ കൂട്ടുപ്രതിയായിട്ട് മുന്നിൽ നിൽക്കുന്നത്. കാരണം നമ്മുടെ ഇസബല്ലയും കെവിനും കൂടിയാണ് അതിന് വേണ്ട തെളിവുകളൊക്കെ കൂടെ നിന്ന് ചെയ്തൊക്കെ കൊടുത്തത്. അപ്പൊ അതിനുള്ള ശിക്ഷ ഇവർക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ ഇസബല്ല എന്തായാലും ഋഷി തീർന്നേ മതിയാവൂ, ഋഷി തീർന്നാലേ ഈ ഒരു കേസിൽ നമ്മുടെ നന്ദനും ദേവികയും മുഴുവനായിട്ടും പെടുകയും ചെയ്യത്തുള്ളൂ. അപ്പൊ അവരെ പെടുത്താനും, അതായത് ദേവികയെ നന്ദനും ഇപ്പൊ ഒരിക്കലും പിരിയില്ല എന്ന് നമ്മുടെ ഇസബല്ലയ്ക്ക് മനസ്സിലായി. അപ്പൊ തനിക്ക് കിട്ടാത്തത് ദേവികയ്ക്കും വേണ്ട എന്നുള്ളൊരു തോന്നലാണ് നമ്മുടെ ഇസബല്ലയ്ക്ക്. അപ്പൊ നമ്മുടെ നന്ദൻ എന്നേക്കുമായിട്ട് ആ ഒരു ജയിലിൽ കിടക്കാനും, നമ്മുടെ ഇസബല്ലയ്ക്ക് സ്വയം രക്ഷയ്ക്കും വേണ്ടി നമ്മുടെ ഋഷിയെ കുത്തി ഇല്ലാതാക്കുന്ന ഒരു നിമിഷങ്ങളാണ് കൂട്ടുകാരെ നമ്മുടെ സുഗമോ ദേവിയിൽ ഇനി വരാൻ പോകുന്നത്. അതും സ്വന്തം അമ്മയ്ക്ക് മുന്നിൽ വെച്ച്. എന്തൊരു വിധിയല്ലേ നമ്മുടെ ഋഷിന് ജീവനോടെ ഇരുന്നാൽ തനിക്ക് തന്നെയാണ് ആപത്തെന്ന് മനസ്സിലാക്കി നമ്മുടെ ഇസബല്ല ആ ഒരു കൊടും ചതി അവസാന നിമിഷത്തിൽ ചെയ്യുകയാണ്. ഇനി എന്തൊക്കെയായി തീരും നമ്മുടെ സുഗമോ ദേവിയിൽ, അല്ലെ? നമ്മുടെ നന്ദനെ രക്ഷിക്കാൻ ദേവികയ്ക്ക് സാധിക്കുമോ എന്നുള്ളതും വലിയൊരു ചോദ്യം തന്നെയാണ്. കാത്തിരിക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.